الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. യമ്മസം വിളിച്ചു ചേർത്ത ശ്രദ്ധേയമായ ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും കേൾക്കാനും ഓർക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു തത്വം അല്ലാഹു തആല സൂറത്തുൽ മുൽക്കിലെ ആദ്യ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് കാണാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല മരണവും ജീവിതവും സംവിധാനിച്ചത് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ആരാണ് ഏറ്റവും മികച്ച കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് പരിശോധിക്കാനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ പ്രവർത്തിക്കണം, നല്ലത് പറയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ആ ചെയ്യുന്നത് പെർഫെക്റ്റായി ഏറ്റവും മികച്ച രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കി മരണശേഷം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അർഹത നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നതിനാണ് MSM ഇതുപോലെയുള്ള വൈജ്ഞാനിക സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും നിങ്ങളെ വിളിച്ചു ചേർക്കുന്നതും നിങ്ങൾ എത്തിച്ചേരുന്നതും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ മുതിർന്ന ISM-ന്റെയും KNM-ന്റെയും MGM-ന്റെയും ഭാരവാഹികൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഈ സെഷൻ ഏറ്റവും ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രശ്നമായി കടന്നു വരുന്ന 3 കാര്യങ്ങളുണ്ട്. നല്ല മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ 3 പ്രശ്നങ്ങൾ കടന്നു വരും. 1 ശിർക്കാണ്, 2 ബിദ്അത്താണ്, 3 ഹറാമാണ്. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചെറിയ പ്രായം മുതൽ നമുക്ക് കൃത്യമായ ബോധമാണ്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കും, നടക്കാറില്ല. റോഡ് യഥാർത്ഥത്തിൽ വാഹനങ്ങൾക്കാണ്. ലൈസൻസ് ഉള്ളവർ അവരുടെ വാഹനം ശ്രദ്ധാപൂർവം ഓടിക്കുന്ന ഒരു ഭാഗമാണ്. എങ്കിലും റോഡിലൂടെ നമ്മൾ നടക്കും, റോഡ് ക്രോസ് ചെയ്യും. അവിടെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് ബാധകമാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യും തലയും പുറത്തിടാൻ പാടില്ല. അത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ട അടിസ്ഥാന ബോധമാണ്. അത് ഡ്രൈവർ മാത്രം ചിന്തിക്കേണ്ട, മുതിർന്ന ആളുകൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളെ വീട്ടുമുറ്റത്തോ സ്കൂൾ ഗ്രൗണ്ടിലോ ഓടി നടക്കുന്നത് പോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ പാടില്ല. അപ്പൊ ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ. ഇതുപോലെ മതവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ: 1 ശിർക്ക്, 2 ബിദ്അത്ത്, 3 ഹറാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകത്തിൽ അയാൾ ശാശ്വതനാകും. അക്രമം ചെയ്ത ശിർക്ക് ചെയ്തവർക്ക് പരലോകത്ത് ഒരു സഹായിയും ലഭിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഉപ്പാന്റെ ഒരു മനംമാറ്റം കണ്ടു. ഉപ്പ പരലോകത്ത് വെച്ച് ഇബ്രാഹിം നബിയോട് പറയും, നീ ഇന്ന് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാറുണ്ട്. അപ്പൊ ഉപ്പാന്റെ മനംമാറ്റം കണ്ട് ഇബ്രാഹിം തന്റെ പിതാവിന് വേണ്ടി അല്ലാഹുവിനോട് സംസാരിക്കുമ്പോൾ അല്ലാഹു പറയുന്നത്, കാഫിറായി മുശ്രിക്കായി മരണപ്പെടുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ്. അത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ശിർക്ക്, കുഫ്ർ പോലെയുള്ള കാര്യങ്ങൾ.
രണ്ടാമത്തേത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം ഇസ്ലാമിന്റെ ഭാഗമായി ചെയ്യാം. ഇപ്പൊ നമ്മളെ സ്കൂളിൽ യൂണിഫോം ധരിക്കണം, അത് സ്കൂളിന്റെ ഒരു നിയമമാണ്. ഒരു ദിവസം ഒരു കുട്ടി ഒരു കളർ ഡ്രസ് ഇട്ട് വരികയാണ്. ആ കുട്ടി സ്വാഭാവികമായും സ്കൂളിലെ അച്ചടക്ക നടപടിയുടെ ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായി ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ അവിടുത്തെ HMO പ്രിൻസിപ്പളോ ഒക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. കാരണം എന്താ, ഡ്രസ് ഇട്ടത് നല്ല കാര്യത്തിനല്ലേ, ഞാൻ മറക്കാൻ വേണ്ടി ഇട്ടതാണല്ലോ, ഒരു അലങ്കാരത്തിന് വേണ്ടി ധരിച്ചതാണല്ലോ, എന്റെ ലജ്ജത മറച്ചിട്ടുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ മാത്രമേ നമ്മൾ നിർവഹിക്കാൻ പാടുള്ളൂ. ഇതേപോലെയാണ് ഇസ്ലാമിന്റെ കാര്യം. സുന്നത്തെ ചെയ്യാമോ ബിദ്അത്ത് ചെയ്യുന്നത്. ഇപ്പൊ ബറാഅത്ത് നോമ്പ് നമ്മുടെ നാട്ടില് പല ആളുകളും കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നോമ്പ് ബിദ്അത്തിന്റെ കണക്കിലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നോക്കിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പൂർണ്ണമായി ഇസ്ലാമിൽ അന്നില്ലാത്തത് പുതിയത് ആരെങ്കിലും കൊണ്ടുവരുന്നത് ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് തള്ളി പറയും, ഫസ്സുഹുഖൻ സുഹുഖ ലിമൻ ബദ്ദല ബഅദി. എന്റെ കാലശേഷം ഈ മതം ആൾട്ടർ ചെയ്തവർ, ഈ മതത്തെ കൂട്ടിമാറ്റിയവർ, ഈ മതത്തിന്റെ അവസ്ഥ രൂപം മാറ്റിയവർ, അവര് അകന്നു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ് അവിടെ വിശദീകരിച്ചത്. മൂന്നാമത്തെ കാര്യം ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യം. ഒരു കാര്യം അള്ളാഹ് നിഷിദ്ധമാക്കിയതാണ്, റസൂലുള്ളാഹി നിഷിദ്ധമാക്കിയതാണെന്ന് അറിയാം, പിന്നെന്നാൽ എന്താ ചെയ്താൽ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു സംഭവം, റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു സഹാബി സ്വന്തം മോതിരം ധരിച്ചു. റസൂലുള്ളാഹി മോതിരം ഇങ്ങനെ ഓടി പഠിച്ചത് ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് സ്വർണം അണിയാൻ പാടില്ല, സ്വർണം ആഭരണമായി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി കടന്നുപോയി. അപ്പൊ അവിടെ ആൾക്കാർ പറഞ്ഞു, ഏതെല്ലാം മോതിരം എടുത്താലോ, സ്വർണ്ണല്ലേ, അഞ്ചതല്ലേ എന്ന് പറയുമ്പോൾ ആ സഹാബി പറയുന്നുണ്ട്, റസൂലുള്ളാഹി എടുത്തെറിഞ്ഞൊരു സാധനം എനിക്ക് വേണ്ട. അള്ളാഹ് ഹറാമാക്കിയത്, റസൂലുള്ളാഹി ഹറാമാക്കിയത് കാരണം അതിനെ പൂർണ്ണമായ സ്പിരിറ്റിൽ ആ സഹാബി സ്വീകരിച്ചത് നമ്മുടെ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇസ്ലാമിൽ ഒരു കാര്യം ഹറാം, നിഷിദ്ധം എന്ന് അറിഞ്ഞാല് അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു ശരിയായ സമീപനമല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ശിർക്ക്, ബിദ്അത്ത്, ഹറാം, ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ നല്ല മനുഷ്യനായി, നല്ല മുസ്ലിമായി ജീവിക്കുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ഈ ചോദ്യോത്തര സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ കുട്ടികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ഈ ഇരുത്തത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ ചോദിക്കുക. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാലുള്ള ഗുണം അയാൾക്ക് മാത്രമല്ല അതിന്റെ ഉത്തരം ലഭിക്കാം. ഇവിടെ കൂടിയ പല ആളുകളും മനസ്സിൽ വിചാരിക്കും, ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കും അതിന്റെ ആൻസർ അറിയണമായിരുന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് ഒരാൾക്ക് വേണ്ടിയല്ല, ഈ ഗ്രൂപ്പിന് വേണ്ടി, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അത് ഉപകാരം ഉണ്ടാവും. അപ്പൊ ആ ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് ബഹുമാനനായ മൊയ്തീൻ മദീനി നമ്മോടൊപ്പം ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ആ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ആ നന്മയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഈ ചോദ്യോത്തര സെഷൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. നമ്മുടെ MSFന്റെ സംഘാടകർ നിങ്ങൾക്ക് മൈക്ക് തരും. മൈക്ക് കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയുക, നിങ്ങളുടെ സ്ഥലവും പറയുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇത് ചോദ്യം ഇപ്പൊ കൂടുതലായിട്ട് ചെറുപ്രായത്തിൽ, പണ്ടൊക്കെ ഫിലിമിന്റെ ഇൻഫ്ലുവൻസിൽ
ക്യാമ്പസ് വിദ്യാർത്ഥികളിലായിരുന്നു പ്രണയം അധികമായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ അതിന് പുറമെ ഇപ്പോൾ 2024-25 വർഷങ്ങളിൽ കൂടുതലായിട്ട് അത് താഴേട്ട് ഇറങ്ങി വന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൽ എത്രത്തോളം പ്രണയത്തിനെ വിഷയം അവതരിപ്പിച്ചാൽ വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത് ആവശ്യമില്ല. Alhamdulillah, wassalatu wassalamu ala rasulillah wa alihi wa sahbihi wa man tabi'ahum bi ihsan. Subhanaka la ilma lana illa ma 'allamtana innaka antal alim hakim. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ഏത് സന്ദർഭത്തിലും നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എല്ലാവരോടും ഉപദേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശം നിറവേറ്റാനുള്ള തൗഫീഖും സന്മാനസുമാരോഗ്യവും നമുക്ക് ഓരോരുത്തർക്കും അവൻ പ്രദാനം ചെയ്യുക. ചോദ്യം പ്രണയിക്കാൻ പറ്റുമോ പറ്റൂലെന്നുള്ളതാണ്. മറുപടി പ്രണയിക്കണം. ആലോചനയിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം നമ്മെ പ്രാപ്തനാക്കിയ പടച്ചറപ്പ്. രണ്ടാമതായി ആ പടച്ചറപ്പിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിലേക്ക് വന്ന നമ്മുടെ കണ്ണിനുള്ളിലേക്കാണ് നാം സ്നേഹിക്കുന്ന, ലോകത്തെ എല്ലാവരേക്കാണ് നാം സ്നേഹിക്കേണ്ട അല്ലാഹുവിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നമ്മൾ സ്നേഹിക്കണം. നമുക്ക് ജന്മം നൽകിയ പ്രവാചകരെ എനിക്ക് ഏറ്റവും അധികം ബന്ധമായോടാണ് നിന്റെ അമ്മച്ചിനോടാണ്, പിന്നെ ആരോടാണ് നിന്റെ അമ്മച്ചിനോടാണ്, പിന്നെ ആരോടാണ് നിന്റെ അമ്മച്ചിനോടാണ് എന്ന് പറഞ്ഞ ആ ഉമ്മയെ റസൂൽ പറഞ്ഞു, സ്വർഗം ആ മാതാവിൻ്റെ കാരണീയാണ്, അവിടെയാണ് സുഹൃത്തുക്ക. ആ ഉമ്മനെ നമ്മൾ സ്നേഹിക്കണം, പ്രണയിക്കണം, പ്രേമിക്കണം. അതെ, നമ്മൾ ഇത്ര വരെ ആകാനുള്ള നമ്മളെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരം വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള കാരണമായ നമ്മുടെ ഈ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലേക്ക് നമ്മെ എത്തിച്ച ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ആ പ്രയാസങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഇത്രമാത്രമേ നമ്മളെ എത്തിക്കാൻ വേണ്ടി പാടുപെട്ട നമ്മളെല്ലാമായ അതേ മൂലപടഞ്ഞു നിൽക്കുന്ന നിലച്ചുപോയ ആ ബാപ്പയുണ്ടല്ലോ, ആ ബാപ്പനെ പ്രണയിക്കണം, ആ ബാപ്പനെ സ്നേഹിക്കണം. നമ്മുടെ ആനന്ദമാരെ പ്രണയിക്കണം, നമ്മുടെ ചേട്ടന്മാരെയും വൈദ്യന്മാരെയും. അതല്ലാത്ത ഒരു പ്രേമം എന്ന് വെച്ചാൽ ഒരു അനുവദീയമല്ലാത്ത ഒരു അന്യ പുരുഷനോട് അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് നമുക്ക് ആ ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ മതം നമ്മെ നിർവഹിച്ച കാര്യമാണ്. നമ്മൾ അവരുമായും അന്യ പുരുഷനുമായും അന്യ സ്ത്രീയുമായും നമ്മൾ ഇടപെടേണ്ട മേഖല എത്രയാണ് എന്നുള്ളത് നാം നിലകൊള്ളുന്ന നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്ക പറഞ്ഞത് നോട്ടമാണ് സകല വേണ്ടാത്തതിലേക്ക് എത്തിക്കുക. ഒരു വിശുദ്ധ ഖുർആന്റെ വാക്യം, നമ്മൾ ഒരു നോട്ടം മാത്രമാണ് എനിക്ക് അനുവദനീയമെന്നാണ്. ഒരു നോട്ടം മാത്രം. രണ്ടാമത്തെ നോട്ടം എനിക്ക് അനുവദനീയമല്ല മനസ്സിലാണ് ലഭിച്ചത്. അതേപോലെ നമുക്കറിയാമല്ലോ, ഈ പ്രളയം തന്നാലും എത്തിക്കുന്നത് വേണ്ടാത്തതിലേക്കാണ്. അതിൻ്റെ ഇരകളാണ് കഴിഞ്ഞ ഈ 1-2 മാസങ്ങളിലായി അല്ലെങ്കിൽ 1-2 ആഴ്ചകളിലായിട്ട് നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. അതായത് നിങ്ങളൊക്കെ ഒരുപാട് ഭാവിയുള്ള ആളുകളാണ്. നാളത്തെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ അവസാനിപ്പിക്കേണ്ടവരല്ല. പക്ഷെ നമുക്കറിയാം, ഇങ്ങനെ പ്രളയത്തിലും അതേപോലെ ബാക്കിയുള്ള ജീവിതം നമ്മൾ ഭൂമിക്കപ്പെട്ടാൽ അവസാനത്തിൽ എത്തിപ്പെടുന്നത് ഈ വെള്ളത്തിലാണ്. അതിനാൽ അതിൽ നമ്മൾ മാർഗിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം എത്തുന്ന സമയത്ത് അതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയും നിങ്ങളുടെ ബാപ്പയും ഉമ്മയും നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അതിലാണ് നിങ്ങൾക്ക് ദുനിയാവിൽ വെക്കുന്നുണ്ടാവുക, അതേപോലെ പരമത്തിൽ വെക്കുന്നുണ്ടാവുക. നിങ്ങൾ എഴുതി വെക്കുക, 99% പ്രേമ വിവാഹങ്ങളും വിജയിക്കില്ല. കാരണം പടച്ചിറപ്പ് നിശ്ചയിച്ചതോ അതിലാണ് എല്ലാ ഭയവും ഉണ്ടാവുക. പടച്ചിറപ്പ് വിരോധിച്ചതോ അതിലാണ് സകലമായ വെള്ളത്തിലും ഉണ്ടാവുക. അല്ലാഹു സഭ പടച്ചിറപ്പ്. ഇഷ്ടം, സ്നേഹം, പ്രേമം, പ്രണയം അതിൽ അനുവദിക്കപ്പെട്ടതും നിഷിദ്ധമായതും ഇവിടെ വിശദീകരിച്ചത്.
മുമ്പൊക്കെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഒരു കോളേജ് കാലത്ത് കേൾക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രേമം ഉണ്ടാവാം. ഇപ്പൊ +2 അല്ല, ഹൈസ്കൂൾ അല്ല, UP അല്ല, LP-യിലെ കുട്ടികൾക്ക് വരെ പ്രേമമുണ്ട്. അവർക്ക് അവരുടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രേമത്തിന്റെ ഒരു പൊതു സ്വഭാവം സാധാരണ പറയുന്നത് ഉണക്കമീൻ മാതിരിയാണ്. തിന്നുന്നത് നല്ല ടേസ്റ്റാണ്, ചുറ്റുള്ള ആളുകൾക്കൊക്കെ ദുർഗന്ധമാണ്. പ്രേമം അങ്ങനെയാണ്. പ്രേമിക്കുന്നവർ അതെന്തോ വലിയ സംഭവമില്ല, എന്നാൽ മറ്റുള്ളവർക്കൊക്കെ അത് അരോചകമായിരിക്കും. അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സംസാരം, അനാവശ്യമായ തൊടലും സ്പർശവും കൂട്ടിപ്പിടുത്തും ഇതൊന്നും പാടില്ല. ഏറ്റവും നിഷിദ്ധമായ തിന്മകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യഭിചാരത്തിലേക്കാണ് ഈ തിന്മകളെല്ലാം എത്തിച്ചേരുക. അത് യാതൊരു കാരണവശാലും അനുവദിക്കപ്പെട്ടതല്ല. പിന്നെ എന്തുകൊണ്ട് കുട്ടികളിലൊക്കെ ഇത്തരം ഒരു ടെൻഡൻസി വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് സിനിമകളടക്കമുള്ള മാധ്യമങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മോശപ്പെട്ട സ്വാധീനങ്ങൾ നമ്മൾ കാണുന്നത്. സിനിമകളിലൂടെ ലഭിക്കുന്ന 2 മോശപ്പെട്ട സ്വാധീനം. ഒന്ന്, തെറി പറയാൻ നമ്മുടെ ആളുകൾക്ക് അറപ്പില്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള തെറി വാക്കുകൾ വളരെ കോമൺ ആയി പറയുന്നതിന് അത് കാരണമായിട്ടുണ്ട്. 2, ഈ രൂപത്തിലുള്ള പ്രേമത്തിന്റെ പ്രണയത്തിന്റെ വഴികളിലേക്ക് പോകാനും അത് കാരണമായിട്ടുണ്ട്. അപ്പൊ രക്ഷിതാക്കൾക്കും ഒക്കെ ഈ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. അടുത്ത ചോദ്യം മൈക്ക് അവിടെ ഉണ്ട്. ഗേൾസ് ഷർട്ടും പാൻറ്റും ഇട്ടിട്ട്, അതായത് അവിടുത്തെ ഫുള്ളായിട്ട് മറച്ചിട്ടുണ്ടെങ്കിലും ലൂസായിട്ടാണെങ്കിലും ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പുറത്തിറങ്ങുന്നത് നല്ലതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഇപ്പോൾ ഗേൾസിൻ്റെ ഇടയിലൊക്കെ എല്ലാവർക്കും കാണുന്നതാണ് ലിപ്സ്റ്റിക് ഇടുക, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടും എന്താണ് ഇസ്ലാമിൻ്റെ ഒരു ഇതെന്ന് അറിയണം. ഒന്നാമത്തത്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം അഥവാ ജീൻസ് പിന്നെ ഷർട്ട് ധരിക്കാൻ പാടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിക്കുകയുണ്ടായി. അതായത് പ്രവാചകന്റെ വാക്യപ്രകാരമാണ് പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. പ്രവാചകൻ മാത്രമല്ല, അതിനു മുമ്പ് പടച്ചറപ്പ് ശപിച്ചു. എന്തിനാണ് പടച്ചറപ്പിന്റെ ശാപം നടക്കുന്നതിനാണ്? നമ്മളെന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശാപം നടക്കുന്നതിനാണ്? പ്രവാചകന്റെ ശാപം പറഞ്ഞാലേ അത് ചില്ലറയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കാൻ വേണ്ടി വന്ന ആളല്ല. ലോകത്തിൽ കാരുണ്യമായിക്കൊണ്ടാണ് പ്രവാചകന്റെ ആഗമനം. എന്നാൽ ആ പ്രവാചകൻ ഒരാൾ ശപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവമായ ചോദ്യങ്ങൾ. അതിനാൽ അത് പടച്ചറപ്പിന്റെ പിന്നീട് അവന്റെ പ്രവാചകന്റെ ശാപത്തിന് കാരണമായ കാര്യമാണ്. അത് നമ്മൾ അനുവദനീയമല്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അതേപോലെ തന്നെയാണ് നമ്മൾ ചുണ്ട് ചോപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്നത്തെ ആധുനികമായ പഠനം എന്ന് പറഞ്ഞാൽ അത് മുഖേന ക്യാൻസർ പോലും ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ ആധുനികമായ പഠനം. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബ് നമ്മോട് അനുഭവിച്ച കാര്യം എന്താണോ അതിലാണ് സകല തിന്മകൾ ഉണ്ടാവുക. റബ്ബ് നമ്മോട് വിരോധിച്ച കാര്യം എന്താണോ അതിലാണ് സകലമായ തിന്മകൾ ഉണ്ടാവുക. അതെ, ഒറിജിനാലിറ്റിയാണ് എപ്പോഴും ഒന്നാമത്. ആ ഒറിജിനാലിറ്റി ചുവപ്പിക്കലല്ല, ആ ഒറിജിനാലിറ്റി പെയിന്റ് അടിക്കലല്ല. ആ പെയിന്റ് പോയാലോ നേരെ വെച്ച് നമ്മുടെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ചറബ് നമുക്ക് നൽകിയ സൗന്ദര്യമാണ്. രണ്ടാമത്തൊന്ന് റബ്ബ് നമുക്ക് നൽകിയ സൗന്ദര്യം. അതിലാണ് നിങ്ങൾ ഏത് സമയത്തും പടച്ചറബിനെ പിൻവലിക്കാൻ കഴിയും. അതിനാൽ പടച്ചറബ് നൽകിയ സൗന്ദര്യത്തിൽ നമ്മൾ ആ രൂപത്തിലല്ലാതെ പടച്ചറബിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ കൂട്ടിച്ചേർത്താൽ അതേ പടച്ചറബ് ആ സൗന്ദര്യം നമ്മൾ പിൻവലിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ് എന്ന ബോധവും കൂടി. ആ കഴിവ് നമ്മളത് നമ്മളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി
പടച്ചിറപ്പ് നമ്മളെ വിടില്ല എന്നുള്ള ഓർമ്മ നമ്മൾ വെക്കുക. കിരന്തലുകൾ ഈ തൊലിവെടുപ്പ്, അതേപോലെ തന്നെ ഈ ആരോഗ്യം, ഇതൊക്കെ കാലാക്കാരുണ്ടാവില്ല. എപ്പോഴും പിൻവലിക്കാൻ കൈകൊള്ളാനാണ് പടച്ചിറപ്പ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. പടച്ചിറപ്പ് അനുഗ്രഹമാകും. അടുത്ത ചോദ്യം. ഇതിന്റെ പ്രശ്നമല്ല. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കൈ പൊക്കുക, അല്ലെങ്കിൽ സീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളാണ്. ഞാൻ ഷൈമ. ഖുർആൻ പാരായണം ചെയ്യാൻ ഉളു നിർബന്ധമാണോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പൊതു നിർബന്ധം ഉണ്ടാവുന്നില്ലല്ലോ. പൊതു നിർബന്ധമില്ല വിശുദ്ധ ഖുർആനിനെ. അതായത് അടുത്തുള്ള മാലാഖമാർ മലക്കുകൾ ആ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് അത് ശുദ്ധിയുള്ള ആളുകൾ മാത്രമേ സ്പർശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് ഒന്നുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അതിനാൽ ഖുർആൻ വായിക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ ഒന്നും നിർബന്ധമില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരു അമുസ്ലിം ഖുർആൻ പഠിക്കാൻ പാടുണ്ടോ, അവർ വായിക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള കൃത്യതയാണ് ഇവയാണ്. അവർ വായിക്കട്ടെ, അവർ പഠിക്കട്ടെ, യഥാർത്ഥമായ മതം ആ മതത്തിലേക്ക് പ്രവേശിക്കട്ടെ, സത്യം മനസ്സിലാക്കാൻ അവർക്ക് കാരണമാകട്ടെ. നമുക്ക് വിശുദ്ധ ഖുർആൻ വായിക്കാനും പഠിക്കാനും പൊതുവിൻ്റെ ആവശ്യമുണ്ട്. ലിബറലിസം നന്നായിട്ടുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ തട്ടിട്ട് പോവുകയാണെങ്കിലും നോമ്പ് നോക്കുകയെന്ന് പറയുമ്പോഴും ഇവയിലെ മറ്റ് മതസ്ഥരെക്കാളും നമ്മുടെ മതത്തിലെ പേരുള്ള ആളുകളാണ് നമ്മളെ കളിയാക്കുന്നതും അതുപോലെ തന്നെ പുച്ഛിക്കുന്നതൊക്കെ. അപ്പം അതിൽപ്പെട്ട നിരീശ്വരവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളെടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എല്ലാം പഠിച്ച ഒരാളാണ്, ഇസ്ലാമിക് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ ഇതിന് മാറാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നത് എല്ലാം പഠിച്ചോണ്ട് വിധിയായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാണ്, നല്ലത് ചെയ്യുകയാണെങ്കിലും ചീത്തത് ചെയ്യുകയാണെങ്കിലും അത് പഠിച്ചോണ്ട് വിധിയാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അപ്പോ ഈ നമ്മളിപ്പോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി റിട്ടനായിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ പിന്നെ ഒരു നല്ല ആളെന്നുള്ള വേർതിരിവ്, ചീത്ത ആളെന്നുള്ള വേർതിരിവ് അതിന്റെ ആവശ്യമില്ലല്ലോ. പഠിച്ചോടെ ഓൾറെഡി ഇപ്പൊ റിട്ടേൺ ചെയ്ത് വെച്ചു നല്ല ആൾക്കാർ ആരൊക്കെയാണെന്ന്. അങ്ങനെയാണ് അവര് നിരീശ്വരവാദി ആയതെന്ന് നേരിട്ടൊരാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് റിപ്ലൈ ആണ് നമ്മളെടുത്ത് കൊടുക്കാൻ പറ്റുക? അതായത് അള്ളാഹിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ ആകുന്നുള്ള എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്താലും എന്ത് ചെയ്യില്ല, ഞാൻ സ്വന്തത്തിൽ ഒത്തില്ലല്ലോ എന്നുള്ളതാണ്. നേരെ അതിൻ്റെ ഒരു പ്രസ്ക്വയറുണ്ടല്ലോ, അതൊന്നും ആലോചിക്കുന്നില്ലെങ്കിലോ. സാധാരണഗതിയിൽ നമ്മളതിനെ ആരംഭിക്കാറുണ്ട്. ഒരക്ഷരം പോലും വായിക്കാത്ത പരീക്ഷയ്ക്ക് റെഡിയാകുന്ന ഞാൻ ഒരക്ഷരം പോലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരാൾ പരീക്ഷയ്ക്ക് ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച് പരീക്ഷയിലായിരിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ചെയ്യാം? നമ്മൾ പഠിക്കുക. എന്തെങ്കിലും ചിലപ്പോൾ ആ മാസിക ചിലപ്പോൾ നമ്മളൊരു ദയ തോന്നിയിട്ടാണ് എന്താണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പടച്ചറപ്പ് ഇത് എന്നെ കുറിച്ചുള്ള പടച്ചറപ്പിന് എഴുതി പറഞ്ഞാൽ അതിന് പറയാം സെബുപ്പ് ചെയ്യുന്നത്. സെബുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള അറിവ് പടച്ചറപ്പിന് മുന്നേ ഉണ്ട്. ആ സെബുപ്പിൽ നിന്ന് എൻ്റെ കർമ്മത്തിന് എതിരാകില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എനിക്ക് നിസ്കരിക്കാൻ ചോദിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ ചോദിച്ചിട്ടുണ്ട്.
എനിക്ക് പൊന്നു പിടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പൊലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എന്നെ മോശമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ പ്രവർത്തനം നശിച്ചത്. നേരെ എന്നെ കൊണ്ട് പ്രവർത്തനം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലോ ഒന്നും ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ ചർച്ച, മലക്കുകളാണോ അതല്ല മനുഷ്യന്മാരാണോ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠപരമായത്? അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകളല്ല, കുറച്ച് മനുഷ്യന്മാരാണ്. എന്താ കാരണം? എന്താണ് കാരണം? മലക്കുകൾക്ക് തിന്മ ചിന്തിക്കാനോ ചെയ്യാനോ സാധ്യമേ ഇല്ല. സുജൂദിലാവുന്ന മലക്ക് എപ്പോൾ സുജൂദിലാണ്, അല്ലാത്ത അവസ്ഥ കഴിയില്ല. എന്നാൽ മനുഷ്യനാണെങ്കിലോ സുജൂദിലാകാനും ആകാതിരിക്കാനും, നിസ്കരിക്കാതിരിക്കാനും, നന്മ ചെയ്യാനും ചെയ്യാതിരിക്കാനൊക്കെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊണ്ട് ആ തെറ്റുകളിൽ മാറി നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു പ്രസിദ്ധിയുണ്ട്. ഓരോരുത്തർ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മുടെ നിലപാട്, ആ നിലപാടാണ് നമ്മളാക്കുന്നത്. അല്ലേ? എൻ്റെ കൂടെ പഠിക്കുന്ന 1000 എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 80 കുട്ടികളിൽ 79 പേര് നിശ്ചയിക്കാതിരിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നത് എൻ്റെ നിലപാടാണ്. അതാണ് എൻ്റെ നിലപാട്. അതേപോലെ അവര് ഒരു അകൃത്യ നടക്കാൻ നടക്കുമ്പോൾ, അത് ശരീരം നടക്കാൻ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരം മാറ്റി നടക്കുന്നത് അതെൻ്റെ നിലപാട്. ആ നിലപാടിലാണ്, ആ നിലപാടിലൊക്കെ വിജയം ഉണ്ടാകും. നമുക്ക് നിങ്ങൾ ആ നിലപാടുകാരാണ് ഇന്ന് വരെ വിജയിച്ചിട്ടുള്ളത്. കൂടെ കൂടികൾ ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ആദ്യ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മാറിക്കൂടി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നിൽക്കുകയാണെങ്കിലോ നിലപാടില്ലാത്തവരാണ്, അവർക്ക് വിജയം കിടക്കുന്ന സാധ്യമല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ നിലപാടുണ്ടാവുക. ആ നിലപാടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പടച്ചപ്പിന്റെ മുമ്പിലുണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ എന്തെങ്കിലില്ല, അതിൽ റബ്ബിന്റെ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിന്റെ തീരുമാനത്തിൽ എതിരാകുന്നില്ല. പക്ഷേ അവരുടെ എങ്ങനെ തീരുമാനിച്ചെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണ്? കർമ്മങ്ങൾ ചെയ്യാനാണ്. നമ്മൾ ചെയ്യുക, പടച്ചറപ്പ് നമ്മൾ അവിടെ എത്തിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് വിശ്വാസം. സഹോദരന്റെ ചോദ്യമാണ്. ഫോട്ടോയും പട്ടിയും ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ പതിച്ച മൊമെന്റോകൾ വീട്ടിൽ ഷോക്കേസിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ന്യൂസ് പേപ്പർ, വീക്കിലി, മാസിക എന്നിവയിലെ ഫോട്ടോകൾ തടസ്സമായി ഇടാൻ പറ്റുമോ? അതായത് ഫോട്ടോസ് ഉള്ള വീട്ടിലേക്ക് റബ്ബിന്റെ മാലാക്കന്മാർ കിടന്നുവരില്ലാന്ന് ഹദീസുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഈ ഫോട്ടോ എന്ന് വെച്ചാൽ ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഫോണോടെ എടുക്കണ, ക്യാമറ എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതല്ല എന്നാണ് ഒരു പണ്ഡിതന്മാർ പറയുന്നത്. അതായത് വരച്ചുണ്ടാക്കുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമാണ്. ഏതായിരുന്നാലും ഫോട്ടോ ആവശ്യത്തിന് എടുക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം, അനാവശ്യം എടുക്കാണ്ടിരിക്കുക. ഫോട്ടോ ഫുള്ള് ഹറാമെന്ന് പറഞ്ഞാൽ അപകടം എന്താ ചെയ്യുന്നത്? നമുക്കൊരു ഐഡന്റിറ്റി കാർഡ് വേണം, ഫോട്ടോ ആവശ്യമാണ്. എനിക്ക് ഇസ്ലാമിൽ ആരാധനക്രമമായി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ ഉംറക്ക് പോകണം, എനിക്കെന്ത് വേണം? പാസ്പോർട്ട് ആവശ്യമാണ്. ഞാൻ ഫോട്ടോ എടുക്കില്ല എന്ന് പറഞ്ഞാലോ കഴിയില്ല. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയാത്തൊരു കാര്യം പടച്ചവൻ നമ്മൾ കെട്ടിക്കുകയില്ല. അതിനെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതിനാണ് വിമോചനങ്ങൾ വന്നത്. വിശ്വസന പറഞ്ഞതാണ്. അതായത് അങ്ങനെ ഇബിനുബാസിനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ജോലി അതാണ്. ഇബിനുബാസിനെ പ്രമേയം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ ഒരു ഹദീസ് ധരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിസലം പറഞ്ഞു, ഇബിനുബാസ് പറഞ്ഞു, അതുകൊണ്ട് അതിനാൽ ഈ ആത്മാവില്ലാത്തവരുടെയൊക്കെ ഫോട്ടോ വേണമെങ്കിൽ വരച്ചോ. മരങ്ങൾ, അതേപോലെ ബിൽഡിങ്ങൾ, ഓരോന്ന് ജീവനുള്ളതിൻ്റെ എന്ത് വെച്ചാൽ വെക്കാണ്ടിരിക്കുക. അതാണ് ഇത് ശരിയായ നിലപാട് തോന്നുന്നു. എന്നിരുന്നാലും ഈ അനാവശ്യമായ ഫോട്ടോകൾ നമ്മളൊന്ന് ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് നിന്ന് ആ അനാവശ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ചെയ്യുക. ഞങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഫോട്ടോ ഉണ്ടാവും, അതിങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ചെയ്യാം. കാരണം വെച്ചാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നല്ലത് തോന്നുന്നു. അതാ പറയാം സ്വഭാവം. അസ്സലാമു വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സിനാൻ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുള്ള
കേട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പേരാണ് ഈ CM മടവൂർ എന്നുള്ളത്. ഈ CM മടവൂർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള കറാമത്തുകൾ ഉണ്ട് എന്നും ഇദ്ദേഹം ഒരു ഔലിയ ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വിദേശത്തിലാണെങ്കിൽ പറയുന്നത്. സാറേ, ഈ CM മടവൂര് അത് സുഖമില്ലാത്ത മനുഷ്യരെയും അവരെ നമുക്ക് വിടാം. കാരണം നമ്മളൊരാളെ കുറിച്ച് അങ്ങനെ പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനം ആരാണ് പടച്ചറപ്പിൻ്റെ ഔലിയാക്കൾ എന്നുള്ളത് പടച്ചറപ്പ് സ്വീകരിക്കുന്നത്. കുടിക്കാതെ അടക്കാതെ പടച്ചറപ്പിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ നടത്തുന്ന ആളുകളെല്ലാം പല ഔലിയാക്കന്മാർ. അവർ ഔലിയാക്കന്മാരാകുന്നുണ്ടെങ്കിൽ അവർ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്, മുത്തഖീങ്ങളായി ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ മാനദണ്ഡ ലക്ഷ്യം നോക്കിയാൽ മതി. അഥവാ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുന്ന നമ്മളൊക്കെ ആരാണ്? ഔലിയാക്കന്മാരാണ്. നമുക്ക് നിങ്ങൾ അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ ഏറ്റവും വലിയ ഔലിയ ആരാധനകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നമസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നോമ്പ് പോലും ഒഴിവാക്കിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് 40 ശരീരമുണ്ടെന്നും അതിൽ ഒരു ശരീരം ആണ് ഇവിടെ നിങ്ങൾ കാണുന്നതെന്നും ബാക്കിയുള്ളവർക്ക് അവിടെ മക്കയിൽ നമസ്കരിക്കുകയാണ് എന്നും എഴുതിയിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. ബഹുമാനിയായ മുഹദ്ദിസിനെ കുറിച്ച് പറയുകയാണ്, ഇവർക്ക് അറിയില്ല എനിക്ക് 40 ശരീരങ്ങളുണ്ട്. അവർ പറഞ്ഞത് നിങ്ങളെ നമസ്കരിക്കാത്തതെന്നാണ്. എന്നാൽ എന്റെ ബാക്കിയുള്ള ശരീരങ്ങൾ ഇതാ കഴപ്പിൽ പോയി നമസ്കരിക്കുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന് അങ്ങനെ ശരീരങ്ങളില്ല. ആ റസൂൽ നമസ്കരിച്ചിട്ടുണ്ട്. ആ റസൂലിനേക്കാൾ ഏറ്റവും വലിയ ഔലിയാരുള്ളത് ആ ഹബീബ് ആരാധനപരമായ കാര്യങ്ങൾ നിർവഹിച്ച് കാലിനീര് വരുമ്പോൾ നമസ്കരിക്കുന്നു. നമ്മുടെ അമ്മച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത്? ഏറ്റവും വലിയ ഔലിയായ അല്ലാഹു റസൂൽ നമസ്കരിക്കാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ ആരാണ്? അതാണ് വിശുദ്ധ പോലെ അവര് അല്ലാഹുവിന്റെ ഔലിയാക്കളായില്ല. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് ഒന്നും പേടിക്കണില്ലാത്തവരാണ്, ഒന്നും ദുഃഖിക്കണില്ലാത്തവരുമാണ്. അവര് ആരാധനപരമായ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണ് എന്നുള്ള മനസ്സിലാക്കുക. ഇതും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അറബിയിൽ പഠിച്ചിട്ടുണ്ട്, അതായത് മണ്ണും അതേപോലെ നക്ഷത്രവും തമ്മിൽ എത്ര വ്യത്യാസമാണ്. അതായത് യഥാർത്ഥമായ ഔലിയയും അതേപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. അതേപോലെ അതിന്റെ കൂടെ ഇനി ഒരാൾ വലിയ ആണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വലിയനെ പോയി കാണാം, കൈ കൊടുക്കുക, കൈ മുട്ടുക, വലിയ ഊതി തൊള്ളതും ശരീരത്തിന് കെട്ടുക. അതേപോലെ അവർ മരണപ്പെട്ടാൽ അവരുടെ കബറിടം കെട്ടി ഉയർത്തി മക്കാമായി, ജാറമായി, ഉറൂസ് കേന്ദ്രമായി കൊണ്ടു നടക്കാം. അത് കേന്ദ്രീകരിച്ച് പല രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റും നടക്കാം. ഈ നിലക്കുള്ള ഒരു പ്രവർത്തനവും ഇവരൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വ്യാജ ഔലിയാക്കളാണെങ്കിലും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന യഥാർത്ഥ ഔലിയാക്കളുടെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ദുരാചാരവും ഇല്ല എന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. നേർച്ചകള്, മഖാമുകള്, ജാറുകള്, അതേപോലെ ഔലിയാക്കൾ എന്ന പേരിൽ നടത്തുന്ന ആളുകളുടെ ചൂഷണങ്ങളൊന്നും ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്നതും നാം ഓർക്കുക. അങ്ങനെയുള്ളവരൊന്നും തൊടാച്ചില്ല, ഓരോ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള തൊടാച്ചില്ലായിരുന്നു. അത് സത്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തനബിയുടെ ഹദീസ് നിനക്കനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ തുടങ്ങുന്നത് ഇരുമ്പിന്റെ ബന്ധു കൊണ്ട് നിന്റെ തലയിൽ കുത്തുന്നതിനേക്കാളേറെ അപകടകരമാണ്. അതുകൊണ്ട് അനുവദനീയ ആൾക്കാരില്ലേ, തുടർണം മോള് ഇമ്മച്ചിനെ, തുടർണം മോള് ബാപ്പച്ചിനെ, വേറെ എന്തെങ്കിലും തൊടാനും മാത്രം നടക്കേണ്ട അള്ളാഹുവിനെ.
തെറ്റാണെന്ന് പറഞ്ഞാൽ രമ്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റ പോകുമ്പോൾ അവിടെ നിങ്ങൾ കാണാത്ത മൂന്നാമത്തെ ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്ത സ്വാഭാവികമായും വേണ്ടാത്തതിലേക്ക് എന്തെങ്കിലും എത്തിക്കും. വളരെ സൂക്ഷ്മമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിലപാട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അഥവാ റബ്ബിനെ കുറിച്ചുള്ള പേടി നമ്മൾ പറയാറുണ്ടല്ലോ, ആ പാൽക്കാരിയുടെ മകൾക്കുണ്ടായ റബ്ബിനെ കുറിച്ചുള്ള പേടി, ആ ഒരു പേടി നമുക്കുണ്ടാവുകയാണെങ്കിൽ ഇമാം ഷാഫി പറഞ്ഞതുപോലെ രാത്രി അന്ധകാരങ്ങളിൽ വേണ്ടാത്തരത്തിൽ മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇല്ല, ഞാൻ ഈ വേണ്ടാത്തരം ചെയ്യില്ല, കാരണം ഇരുട്ടലിക്ക് ഒരു മറവാണെങ്കിലും ഇരുട്ടൽ സൃഷ്ടിച്ച രക്ഷിതാവിനെ കാണുന്നുണ്ട് എന്നുള്ള ആ ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വേണ്ടാത്തത്തിലേക്ക് എത്തില്ല. പക്ഷേ സ്വാഭാവികമായും സാഹചര്യങ്ങളാണ് മനുഷ്യരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായി? വലിയ മനുഷ്യനും വലിയ സ്ത്രീയും അവിടെ ഒറ്റക്കാണ സമയത്ത് ലക്ഷ്യമുള്ളതല്ല, പഠിക്കാനാണോ പഠിപ്പിക്കാനാണോ മറ്റൊരു ലക്ഷ്യമാണോ എന്നല്ല, സ്വാഭാവികമായും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഈ വഴികളിൽ ആ പ്രവാചകൻ ആ കാര്യം പറയുന്നില്ല. പല നിർബന്ധിക്കപ്പെടാന്ന് പറഞ്ഞാൽ അത്തരം ഒരു സാഹചര്യം വന്നാൽ തത്വക്കുക മസ്തത്തായിട്ട് റബ്ബ് കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, റബ്ബിനെ അറിയുന്നുണ്ട്. ആ റബ്ബിനെന്തില്ല മറകടിയില്ല, ആ റബ്ബിനറിയാത്ത കാര്യമൊന്നുമില്ല എന്നുള്ള കൂടി പരമാവധി സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സ്വാഭാവികമായി നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിൽ പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ. അസ്സലാമു അലൈക്കും. ഈ രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ കേരളത്തിൽ ധാരാളം സംഘടനകളുണ്ട്, ധാരാളം മർക്കസുദാവ, വിസ്ഡം, അങ്ങനെ ധാരാളം സംഘടനകളുണ്ട്. ഈ സംഘടനകളും നമ്മുടെ കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ ചോദിച്ചതാണ് എന്നോട്, ഇവിടെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ സപ്പോസ് ഒരു കാര്യമാണ്, എൻ്റെ ഉമ്മാൻ്റെ വീട് 100 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ എനിക്ക് അവിടെ എത്തി 10 ദിവസം ഞാൻ താമസിക്കുകയാണ്. ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് ളുഹറും അസറും അതേപോലെ തന്നെ മഗ്‌രിബും ഇശാവും ജമ്മുവും കസ്റും ആക്കി ആ 10 ദിവസവും നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അതായത് ആനുകൂല്യമുണ്ട്, 3 മാസം വരെ അങ്ങനെ നമസ്കരിക്കാമെന്നുള്ള ഇതുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പം അത് 2 ചോദ്യമാണുള്ളത്. കേരളത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട്. ആ മതസംഘടനകളിൽ പ്രത്യേകിച്ച് കേരള നിർബന്ധ മുജാഹിദീനോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം, മർക്കസ് ദഅവ പോലെയുള്ള വിഭാഗങ്ങൾ, ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്. ചിലതൊക്കെ ഒരേ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതാവാം, ചിലർ വേറിട്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാവാം. മതസംഘടനകളുടെ കൂട്ടത്തിൽ ക്ലബ്ബുകളെ പോലെ കേവലം വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടി വേറിട്ട് പ്രവർത്തിക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഓരോ കൂട്ടായ്മകളും വ്യത്യസ്ത മിഷനും വിഷനും വ്യത്യസ്ത കാഴ്ചപ്പാടും ആദർശവുമായി മുന്നോട്ട് പോകുന്നവരാണ്. കേരള ജമാഅത്ത് മുജാഹിദീൻ എന്നത് 1 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പരസ്യമായി പ്രബോധനം നിർവഹിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഫോക്കസ് ചെയ്യുന്നത് ശിർക്കിനും ബിദ്അത്തിനുമെതിരെ, അതേപോലെ പുരോഹിതന്മാർ സമൂഹത്തിൽ അഴിച്ചുവിടുന്ന ചൂഷണങ്ങൾക്കെതിരെ സമൂഹത്തിന് കൃത്യമായ ബോധവൽക്കരണം നൽകുക എന്ന വലിയ ഒരു ദൗത്യമാണ്, ലക്ഷ്യമാണ് കേരള നിർബന്ധ മുജാഹിദീൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ നയങ്ങളിൽ നിന്ന്, അതിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളും നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചില ആളുകൾക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറി പോകേണ്ടി വരിക. അവർക്ക് ചിലപ്പോൾ കൂട്ടാളികൾ ഉണ്ടാവും, അനുയായികൾ ഉണ്ടാവും. അവർ പുതിയ സംഘടനയായി വേറിട്ട കൂട്ടായ്മകളായി മാറും. അത് നമ്മുടെ ഈ ചോദ്യകർത്താവ് പറഞ്ഞ 2 സംഘടനകൾ മാത്രമല്ല. 924 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതിൽ നിന്ന് വഴിമാറി 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലുള്ള
സമസ്ത അഥവാ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന ആ വിഭാഗത്തിന്റെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ഒന്നാമതായി പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സുന്നികളാണ്. വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 1940-കളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രൂപീകരിക്കുകയും അതിന് കേരള ഘടകം നിലവിൽ വരികയും ചെയ്തപ്പോൾ അത്രയും കാലം മുജാഹിദുകളുടെ കൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ മുജാഹിദ് പള്ളിയിൽ ഖുതുബ പോലും പറഞ്ഞിരുന്ന പല ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ വഴികളിലേക്ക് പോയത് നമുക്ക് കാണാം. പിന്നീട് 1960-കൾ 70-കൾ 80-കളിൽ സിയലിനെ പോലെ ചേകന്നൂരിനെ പോലെയുള്ള ആളുകൾ കടന്നു വന്നു. അവരും വേറിട്ട് ഖുർആൻ സൊസൈറ്റി പോലെയുള്ള വിവിധ കൂട്ടായ്മകളായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയി. ആ കൂട്ടത്തിലാണ് 2002-ൽ മർക്കസുദാവ കേന്ദ്രീകരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗം പോവുകയും എന്നാൽ 2014 ഒരു വലിയ ഐക്യം നടന്ന് വലിയൊരു വിഭാഗം കേരള നേതൃത്വ മുജാഹിദിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും എന്നാൽ 2018 മർക്കസുദാവയുമായി ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും ഒരു സംഘം ആളുകൾ വിഘടിച്ച് വേറിട്ട് പോവുകയും ചെയ്തു. അതേപോലെ 2012 കാലത്താണ് വിശ്വം എന്ന പേരിലുള്ള കൂട്ടായ്മയും വേറിട്ട് പോയത്. ഇതിലെ അവസാനം നടന്ന പിളർപ്പിലുള്ള കൂട്ടായ്മകളുടെ പ്രത്യേകത അവർ പറയുന്നത് ഞങ്ങളാണ് മുജാഹിദുകൾ, ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമി പ്രസ്ഥാനമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു 100 രൂപ തരാണ്. ആ 100 രൂപ ഫേക്ക് ആണെങ്കിൽ, അതിൽ കള്ള നോട്ടാണെങ്കിൽ, വ്യാജ കറൻസി ആണെങ്കിൽ ഒരാൾ പറയാണ് ഇത് ഒറിജിനൽ ആണ്, ഇപ്പൊ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കയ്യിലുള്ളത് ഒറിജിനൽ ആവില്ല, ഫേക്ക് തന്നെയാണ്. അത് അവകാശപ്പെട്ടത് കൊണ്ട് കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ഇസ്ലാമി പ്രസ്ഥാനമാണ് എന്ന് ഇവിടെ മറ്റു ചിലർ അവകാശപ്പെടുന്നു എന്നത് കൊണ്ട് ഇതെല്ലാം കൂടി ഒന്നാകുന്നില്ല. കേരള നേതൃത്വ മുജാഹിദീനിൽ നിന്ന് വിശ്വ വിഭാഗം വേറിട്ട് നിൽക്കുന്നത് ജിന്ന് വിഷയത്തിലുള്ള ചില സൂക്ഷ്മതയില്ലാത്ത തീവ്രമായ എക്സ്ട്രീമായ ചില നിലപാടുകൾ കാരണത്താലാണ്. അതേപോലെ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾ, ആ ചികിത്സകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകത്തോട് വിയോജിച്ചുകൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതേപോലെ മർക്കസുദാവ കേന്ദ്രീകരിച്ച് പോകുന്ന ആളുകൾ അവര് നമ്മളുമായുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഖുർആനും ഹദീസും എങ്ങനെ വിശദീകരിക്കണം എന്ന ഒരു മെത്തഡോളജി ഉണ്ട്. അതിന് സലഫി മെത്തഡ് എന്നാണ് പറയാം. ആ മെത്തഡോളജിയുടെ വിഷയത്തിലാണ് അവരും നമ്മളും എതിരഭിപ്രായം. ഈ മെത്തഡോളജി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്കൊരു ആശയം കിട്ടും. അത് നമ്മുടെ ഉമ്മ വായിച്ചാൽ അവർക്കും ഒരു കണ്ടന്റ്, ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ടീച്ചർ അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ. നമ്മൾ ചിലപ്പോൾ പറയും ആ ചിത്രം കണ്ടപ്പോ അതിൽ ആ ഉദാഹരണം കണ്ടപ്പോൾ ഞാൻ ഇന്നതാ വിചാരിച്ചത്, പക്ഷെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് അത് വേറെ വിഷയമാണെന്ന് മനസ്സിലാക്കുന്നത് പറയും. ആ പുസ്തകം ഇറക്കിയ ആളുകൾ പുസ്തകത്തിന്റെ കണ്ടന്റ് എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെയാണ് അത് വിശദീകരിക്കേണ്ടത് എന്നതിനൊരു മാനുവൽ, ടീച്ചിങ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ഭാഗം ടീച്ചർമാർക്ക് ട്രെയിനിങ് നൽകും. ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചർമാർ ആ പാഠപുസ്തകം വിശദീകരിക്കുക. അപ്പൊ ആ പാഠപുസ്തകം ടീച്ചർ ഒരു രൂപത്തിൽ വിശദീകരിക്കാം, ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡന്റ് വേറെ രൂപത്തിൽ വിശദീകരിക്കാം, അതേപോലെ ഉമ്മമാര് പാരന്റ്സ് വേറെ രൂപത്തിൽ വിശദീകരിച്ചാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ടീച്ചർ വിശദീകരിച്ചതാണ് ശരി. കാരണം എന്താ, പുസ്തകം പ്രിപ്പയർ ചെയ്ത സിലബസ് കമ്മിറ്റി, ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ഒരു പാഠഭാഗം എങ്ങനെ വിശദീകരിക്കണം, പാഠഭാഗത്തിൽ പറഞ്ഞ തിയറി അത് എന്താണ് എന്ന് കൃത്യമായി അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തഡോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ പോലും അത്യാവശ്യമാണെങ്കിൽ ഖുർആനും ഹദീസും വിശദീകരിക്കുമ്പോൾ അതിന് ഒരു മെത്തഡോളജി ഉണ്ട്. ഖുർആനിന്റെ ആയത്ത് ഒരാളിങ്ങനെ ഓതി അയാൾക്ക് തോന്നിയത് അർത്ഥം പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെ വിശദീകരിച്ചു, പ്രവാചകരിൽ നിന്ന് സ്വഹാബത്ത് അത് എങ്ങനെ മനസ്സിലാക്കി, അവരെങ്ങനെ അത് ജീവിതത്തിൽ നടപ്പിലാക്കി എന്ന ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു മാനദണ്ഡം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മൻഹജുസ് സലഫ് എന്ന പേരിലുള്ള ആ മാനദണ്ഡം കേരള നേതൃത്വ മുജാഹിദീൻ മുറുകെ പിടിക്കുന്നു. ജിന്ന് വിഷയത്തിൽ എക്സ്ട്രീമായ പ്രമാണത്തിന്റെ പിന്തുണയില്ലാത്ത അഭിവാദങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതും കേരളം നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് വിഷ്ണുവുമായും മർക്കസുദാവയുമായും കേരളം വേറിട്ട് മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിലെ രണ്ടാമത്തെ ചോദ്യം 100 കിലോമീറ്റർ അകലെയുള്ള ഉമ്മയുടെ വീട്ടിൽ പോകുന്ന, വിരുന്ന് പോകുന്ന ദിവസങ്ങളിലുള്ള ജംഅ ഖസറുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാന്യനായ മൊയ്യീൻ ഭായ് വിശദീകരിക്കും. പിന്നെ ഇവിടെ 100 കിലോമീറ്റർ എന്നോ ഇമ്മന്റെ വീട്ടിൽ പോകുമ്പോൾ ചുരുക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ വിഷയം. യഥാർത്ഥത്തിൽ കസറ് ജമ്മു കസറ്
ജമ്മു പറഞ്ഞാൽ 2 നേരത്തെ നമസ്കാരങ്ങൾ ഒരു സമയത്ത് അത് നമസ്കരിക്കുന്നതിന് ജമ്മു എന്ന് പറയും. 4 റക്അത്ത് നമസ്കാരങ്ങൾ 2 ചുരുക്കി നമസ്കരിക്കുന്നതിന് അസുഖം എന്ന് പറയും. ഇത് യാത്രക്കാരന് മാത്രം അനുവദനീയമായ കാര്യമാണ്. ജമ്മാണെങ്കിലും യാത്രക്കാരില്ലാത്ത മറ്റുള്ള ചില ആളുകൾക്കും ചില നിബന്ധനകൾക്ക് വിധേയമായി അനുവദനീയമായ കാര്യമാണ്. ഇവിടെ കസറാക്കാനുള്ള ദൂരം എത്രയാണെന്ന് ഖുർആനിൽ ചുരുക്കം പറഞ്ഞിട്ടില്ല. അതിനാൽ പ്രയാസമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. ചില സമയത്ത് 100 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ പ്രയാസം ലഭ്യമാകുന്നില്ല. പക്ഷെ ചിലപ്പോൾ ഉണ്ടാവാം ഒരു 25 കിലോമീറ്റർ, ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവാം. പള്ളിയും കൈക്കൊള്ളുന്നില്ല, നിസ്കരിക്കാനുള്ള സൗകര്യം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ പ്രയാസമാണ് ഇതിന് മാനദണ്ഡം, അതല്ലാതെ യാത്രയല്ല എന്നുള്ള മനസ്സിലാക്കുക. കിതാബുകൾക്ക് കാണുന്നത് 84 കിലോമീറ്റർ 24 ഹാഷിമി മൈൽ എന്നാണ് ഈ ഷാഫിമകളിൽ കാണുന്നത്. ഹാഷിമി മൈൽ ഏകദേശം 80 കിലോമീറ്റർ ഒക്കെയാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ 1.5 മണിക്കൂർ വരിക. അതായത് ഒരു ഫ്ലൈറ്റ് സാധാരണഗതിയിൽ 1 മണിക്കൂർ 1000 കിലോമീറ്റർ സഞ്ചരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ഇടവണ്ണയിൽ നിന്ന് കോഴിക്കോട് പോയപ്പോഴേക്കോ അത് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ ഇത് പ്രയാസമായിരിക്കും, മറ്റൊരു പ്രയാസം. അപ്പോ പ്രയാസം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. എത്ര കിലോമീറ്റർ പോകുന്നതല്ല. സ്വാഭാവികമായും ആ മെന്റെ പണിക്ക് പോകുമ്പോൾ പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് പിന്നെ കസറാക്കാം, ജമ്മാക്കാം, യാത്രയിലേക്ക് വെട്ടിടിക്കാം. എന്നാൽ ചിലപ്പോൾ 150 കിലോമീറ്റർ ദൂരമായിരിക്കും. പക്ഷേ പ്രയാസമില്ലാതെ വിചാരിക്കുക വളരെ പെട്ടെന്ന് നിർത്തി മനഃസൗകര്യമാണെങ്കിലോ ആ സമയത്ത് നമുക്ക് പിന്നെ ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അള്ളാഹു പുസ്തകം അവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം 10 ദിവസം അവിടെ അമ്മേന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കണം. അപ്പൊ ജന്മ നീട്ടാൻ പറ്റുന്നതാണ്, അനുവദനീയമാണ്, കുഴപ്പമില്ല. മക്കയിൽ പോയി ഏറ്റവും സഹിയായത് 15 ദിവസം വരെ വിസാചനം ചെയ്തിട്ടുണ്ടെങ്കിൽ ജമ്മു കസറുമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുവദനീയമാണ്. രണ്ട് ചോദ്യം ചോദിക്കാനുള്ളത്. ഒന്ന്, സൂഫി സംഗീതം പല സ്ഥലത്ത് നടക്കാറുണ്ട്. അതിന്റെ ഇസ്ലാമിക നിലപാടെന്താണ്? അതുപോലെ തന്നെ ഈ മ്യൂസിക് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് ഹറാമാണെന്ന് പറയുന്നുണ്ട്, ഹറാമല്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇസ്ലാമിക നിലപാടുണ്ട്. ആ മ്യൂസിക് ഇസ്ലാമികമല്ല എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ കൂടെ നാമങ്ങൾ കുഴപ്പമില്ല. മ്യൂസിക്കിന്റെ ലഹരി എന്ന് പറഞ്ഞാൽ ഇതിനുമായി പറഞ്ഞത് മ്യൂസിക്കിന്റെ ലഹരി കണ്ണിന്റെ ലഹരിയേക്കാളും ശക്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ റോദായി അങ്ങാടിയിൽ ഈ പിന്നെ ഓട്ടോറിക്ഷയിൽ നല്ല ഹിന്ദി മ്യൂസിക് ഇട്ടിട്ട് പോണ ഓട്ടോറിക്ഷകളുണ്ടാവും. അവർ ഡൽഹിയിൽ പോയി താമസിച്ചതല്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കേൾക്കുന്ന മ്യൂസിക് ലഹരി പിടിച്ചതാണ്. ലഹരിയുടെ അതിനാണ് അവർ അടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ സൗദി അറേബ്യയിലാണ് പഠിച്ചത്. അതവിടെ ഉണ്ടായ സംഭവം പത്രത്തിൽ വന്നിരിക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ 25 കിലോമീറ്റർ ദൂരത്താണ് മദീനയിലെ മുൻകാത്തായ തിരുപ്പതി പള്ളികൾ. അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് 2 അറബി കുട്ടികളെ ഇരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇവിടെ കാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 സ്പീഡ് 80 സ്പീഡിലൊക്കെയാണ് പോവുക അല്ലെ. 50 പോയാൽ തന്നെ പിന്നെ ഫൈനൊക്കെ വരും. എന്നാൽ അവിടെ 100, 120 സ്പീഡിലൊക്കെയാണ് വണ്ടി. അതിന്റെ അപ്പുറമൊക്കെയാണ് സ്പീഡിൽ പോവുക. നല്ല സ്പീഡിൽ പോകുന്ന വണ്ടി ആക്സിഡന്റ് വിട്ടിട്ട് ഈ 2 ആൾക്കാരും അവസാന നിമിഷത്തിലാണ് പോലീസുകാരെ എലിമച്ചെല്ലി കൊടുക്കുക. ആ എലിമ ചെല്ലാൻ കഴിയില്ല. അവിടെ താളം പിടിക്കുകയാണ്. അതായത് ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലായ ഈ 2 ചെറുപ്പക്കാര് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടിന് താളം പിടിക്കുകയാണ്. ചോക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്? ആ രൂപത്തിലേക്ക് ക്രിയാമങ്ങൾ വരികയാണ്. ഈ മക്കളെ എലിമ ചെല്ലാൻ കൊണ്ട് സാധിക്കാതിരുന്നത് അവർ കേട്ടു വന്നൊരു പാട്ടിന് താളം വെച്ചുകൊണ്ടായിരുന്നു. അതിനാൽ മ്യൂസിക് ലഹരി പറഞ്ഞാൽ അത്രമാത്രം ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം ഭയാനകരമാണ്. അതേ ആ ഭയാനകരമാണ് മ്യൂസിക് ലഹരി പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു രോഗാവസാനം വന്നുമ്പോഴേ ചില ആളുകൾ വരും എന്റെ സമൂഹത്തിൽ അനുവദീയമല്ലാത്ത ചില കാര്യങ്ങൾ അനുവദീയമായി കാണുന്ന ആളുകൾ. അതിൽപ്പെട്ടതാണ് പാട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അത് ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സാർ, അവർ എഴുതി ചെന്ന ചോദ്യമാണ്, ടോയ്ലറ്റിൽ നിന്ന് വുളു എടുക്കുന്നതിൽ തെറ്റുണ്ടോ? അതേപോലെ മറ്റൊരു ചോദ്യം, മുദ്ദ് കൊടുക്കാൻ നോമ്പ് നോക്കി വിടാനും കഴിയില്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, ബാത്റൂമിൽ ഒതുക്കുക എന്ന കുഴപ്പമുണ്ട്, എല്ലാവരും കുഴപ്പമില്ല. ബാത്റൂമിൽ ഒതുക്കാവുന്നതാണ്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിമാരുടെ ഒരുപാട് അറിവുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. രണ്ടാമത്തത്, നോമ്പ് നൂറ്റിമുട്ടലുമായി ബന്ധപ്പെട്ട കേസാണ്. ദശരഥയിൽ നൂറ്റിമുട്ടാനും കഴിയില്ല, എന്നാൽ പിന്നെ തിരികെ കൊടുക്കുക, എത്രയും പെട്ടെന്ന് ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവരെ ഭക്ഷണം എന്ന നിലയ്ക്ക് അയാൾ തിരികെ കൊടുത്താൽ മതി. അതിനും സാധ്യമല്ല. അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തുന്നത്. നേരത്തെ ചോദിച്ചത് സൂഫി സംഗീതത്തിനെ പറ്റിയില്ലേ മറുപടി കിട്ടിയിട്ടില്ല. സൂഫി സംഗീതത്തിന്റെ ബേസിൽ ഒന്ന് സംഗീതം തന്നെയാണ്, സംഗീതത്തിന്റെ വശം ഇവിടെ പരാമർശിച്ചത്. പിന്നെ ഈ സൂഫി സംഗീതം എന്ന് പറയുന്നത് സൂഫി വിശ്വാസങ്ങൾ, സൂഫി ആശയങ്ങൾ അത് ആളുകളുടെ മനസ്സുകളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്. ഏതുപോലെ ചോദിച്ചപ്പോൾ സിനിമ എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കുന്നത് അത് ടൈം പാസുകളുടെ ഒരു എന്റർടൈൻമെന്റ് ആണെന്നാണ്. അല്ല, ദുഷിച്ച സംസ്കാരങ്ങൾ സമൂഹത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ പല ആളുകളും ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്ന ഒരു മീഡിയയാണ് സിനിമ. 90കളിൽ കേരളത്തിൽ വളരെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ പേജ് ആ പാട്ടിന്റെ വരികൾ രചിച്ച് അതിനെ ഈണം ചിട്ടപ്പെടുത്തി 90കളിലെ ഒരു സെൻസേഷനായി മാറിയ ആ പാട്ടിനെ സംബന്ധിച്ച് ചോദിക്കാറ്, ലിബറലിസം ഒന്നും വ്യാപകമല്ലാത്തൊരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വരികളായി നിങ്ങൾക്ക് അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു? അതൊരു കോയിൻസിഡൻസ് ആണോ? അത് ഇങ്ങനെ ചക്കട്ടപ്പ് മൊയല കിട്ടിയെന്നോ എന്ന് പറയുന്നില്ല. അതേപോലെ ആയതാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാനത് വളരെ പർപ്പസ്ഫുള്ളായി വളരെ ബോധപൂർവം ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിച്ച് രചിച്ചത് തന്നെയാണ് എന്നാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ തലമുറയുടെ മനസ്സുകളിലേക്ക് അവരുടെ നാവിൽ തത്തിക്കളിക്കുന്ന വാചകങ്ങൾ ഉണ്ടാക്കാൻ ഒരു ട്രെൻഡ് സെറ്ററായി ഇവരിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ടൈം പാസിനോ എന്റർടൈൻമെന്റിനോ വേണ്ടി മാത്രമല്ല, അവർ അവരുടെ ആശയങ്ങളും ചിന്താഗതികളും ആളുകൾക്കിടയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ് മ്യൂസിക്കും സിനിമയും. ആ മ്യൂസിക്കിനെയാണ് സൂഫികൾ പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ സൂഫികള് കലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കവാലി ഡാൻസ് എന്ന് പറയുന്നത് പോലെ അതേപോലെ സൂഫികളുടെ പലതരത്തിലുള്ള സംഗീത സദസ്സുകളുണ്ട്. ആ സംഗീത സദസ്സുകളിൽ അവർ പാടുന്ന പാട്ടുകളുടെ വരികൾ ശ്രദ്ധിച്ചാൽ കുഫ്റിന്റെ, ഷിർക്കിന്റെ, തൗഹീദിന് വിരുദ്ധമായ പല ആശയങ്ങളുമാണ് അതിലൂടെ അവർ പ്രചരിപ്പിക്കുന്നത്. വെറുതെ ഒരാൾ വളരെ ശാന്തമായത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് താളം പഠിച്ച് കൂടെ പാടി വെറുതെ അതിന്റെ കൂടെ ഇങ്ങനെ ഏറ്റുപാടുമ്പോൾ അയാൾ അറിയാതെ അയാളുടെ സിരകളിലേക്ക്, മനസ്സുകളിലേക്ക് ആ ആശയത്തെ കൂടി കുത്തിവെക്കാറുണ്ട്. അതോടൊപ്പം ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയവും ആദർശവും എന്ന് പ്രചരിപ്പിക്കുവാനുള്ള പരിശ്രമം കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് അക്കാദമിക മേഖലകളിൽ പോലും സൂഫി സംഗീതത്തെ ഒരു വളരെ നിർണായകമായ ഒരു സാന്നിധ്യമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ അജണ്ടയും നമ്മൾ തിരിച്ചറിയണം, അപകടവും തിരിച്ചറിയണം. അത് മതവിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതും നാം കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കണം. സാറേ, ഒരു ചോദ്യം കൂടി. ഈമാന്റെ വിഷയം കൂടും ചെയ്യുന്നതിൽ കുറയുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ മുസ്ലിമിന്റെ പരിപാടി നടത്താനും അത് കഴിഞ്ഞ് കോളേജുകളിൽ വിദ്യാലയം നടത്താനും സാധാരണ നമ്മളെ ഈ ആളുകൾ തന്നെയാണ് ഉണ്ടായത്. അപ്പോ ഇതിൽ ഈമാൻ ദൂഷയ്ക്ക് നിലനിർത്താൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ നിലപാടില്ലായ്മയാണ് അവിടെ പ്രശ്നം. എനിക്ക് നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും ഉണ്ടാവില്ല. നാട്ടിലെ അടിമയും ഞാനുണ്ട്, നാട്ടിലെ വേണ്ടാത്തത്തിലും ഞാനുണ്ട്, എന്നാലും നാട്ടിലെ ഏറ്റവും നല്ല കാര്യത്തിലും ഞാനുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ നിലപാട് അത് ഏറ്റവും നല്ലതിന് മാത്രമേ ഞാൻ ഉണ്ടാവും. അതാണല്ലോ നമ്മൾ റബ്ബിനോട് പറഞ്ഞിട്ട് വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫത്തറ സ്സമാവാതി
വല്ല ഹനീഫ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതെന്തേ ആ നാട്ടിലെ വേണ്ടാത്തരങ്ങൾക്കല്ല, ഞാൻ ഉണ്ടാവുന്നത് ഞാൻ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ കരുത്തിലാണ്. അപ്പൊ അതിന് മാത്രം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മോശമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ടത് പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ചിന്തകൾ നമ്മൾ വാങ്ങിക്കുക. കുറഞ്ഞു പോകും. മദ്യപിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ ഈമാനിന്റെ അവസ്ഥയിൽ നാശം സംഭവിക്കുന്ന ഘട്ടത്തിലാണ് അയാൾ അത് ചെയ്യുക എന്ന് അസ്സലാമലൈക്കും. എൻ്റെ ചോദ്യം നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. പ്രവാചകന് സിഹർ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിഹർ ഇന്ന് സിഹറാണെന്ന് പറയാൻ അത് വഴിയറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ സാധ്യമാകൂ. എങ്ങനെ കുട്ടികൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെ അറിഞ്ഞത്? അത് സുഖ പറഞ്ഞു, അത് രക്ഷിതാക്കളെന്ന് മനസ്സിലാക്കി എന്നല്ലാതെ ഇന്നീ കാലഘട്ടത്തിൽ ഒരാൾക്ക് ബാധിച്ച സിഹറാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു രേഖയുമില്ല. ബാധിക്കുമോ? ബാധിക്കാം. പിന്നെ സിഹറാണെന്ന് പറയാനുള്ള തെളിവെന്ത? യാതൊരു തെളിവുമില്ല. അതിനാൽ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സുദൂറാനിലെ അവസാനത്തെ സുഹൃത്ത് അത് നമ്മൾ ഓതുക. പ്രാർത്ഥനകളിൽ എപ്പോഴും നിരന്തരാവുക. എല്ലാ സമയത്തും നമ്മൾ പ്രവാചകൻ പഠിച്ചതുപോലെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപിടിച്ചാക്കുക. ഇതാണ് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാർഗം. സിഹർ ബാധിക്കാം, പക്ഷെ ഇന്ന് സിഹറാണെന്ന് പറയാനുള്ള പിന്നെ തെളിവ് നമ്മുടെ പക്കലില്ല. ചെയ്യാനും പാടില്ല. ചെയ്യാനുള്ള എന്താണ്? കുഫറാണ് പറയുന്നത്. ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്നതാണ്. 3:30 നമ്മളത് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. കാര്യം കൂടി ശരി. ഇവിടെ സാധാരണഗതിയിൽ ഈ പ്രവാചകൻ സിഹർ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയുന്നു. എന്റെ ലിപി അങ്ങനെ പിച്ചുംപേരും പറയില്ല എന്നുള്ളതാണ്. ശരി, ഈ സിഹർ ബാധിച്ചാൽ പിച്ചുംപേര് തന്നെയാണോ പറയാ? എങ്ങനെ മനസ്സിലായത്? രണ്ടാമത്തെ അമ്മയുടെ ഹബീബിന് എന്താ സംഭവിച്ചെന്നുള്ളതും ഈ സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നെബിനെ ബാധിച്ചിട്ടുണ്ട്. ഒന്നും കഴിച്ചില്ല. ഇങ്ങനത്തെ പിച്ചുംപേയും പഠിക്കലുകളോ മറ്റൊന്നും കഴിക്കില്ല. എനിക്ക് നെബിന്റെ ഭാര്യമാരെടുത്ത് പോയില്ലേ എന്നൊരു സംശയം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ അത് മുഖേന ഇസ്ലാമിക സംസ്കാരങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒരു തകരാറോ പറ്റുന്നതല്ല. ഇവിടെ പിന്നെ എഴുതി തന്ന 2 ചോദ്യമാണ്. ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ പാടില്ല, എന്നാൽ കുട്ടി ജനിക്കുന്ന സമയത്ത് മിഠായി കൊടുക്കാൻ പറ്റുമോ? 2, ആണുങ്ങൾക്ക് ജോലിയുടെ ഭാഗമായി താടി വടിക്കാൻ പറ്റുമോ? അത്തരം ജോലികൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഒരു ചോദ്യം കൂടിയുണ്ട്. ബാങ്ക് പിന്നെ ജോലി മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണോ? ഒന്നാമത്തെ, ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ പാടില്ല, എന്നാൽ കുട്ടി ജനിക്കുന്ന സമയത്ത് മിഠായി കൊടുക്കാൻ പറ്റുമോ? ജന്മദിനം ആഘോഷിക്കുന്ന തീർച്ചയാണ്. അവിടെ ഒരു കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ ഒരു മിഠായി നമ്മൾ നേരം ചെയ്യാം. അത് ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണോ? അല്ല. എങ്കിൽ അത് അനുവദനീയമാണ്. ശരിക്കും മനസ്സിലാക്കുക. ഒരു സന്തോഷം ഉണ്ടായപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലോ, എന്നിട്ട് പിന്നെ പിറ്റത്തെ വർഷം വന്നു കുട്ടി ജനിച്ച അതേ ഡേറ്റ് ഓഫ് ബർത്ത്
അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടാട്ടികളും ചെയ്യും, അത് അനുവദനീയമല്ല. നേരെ മറിച്ച് എനിക്ക് സന്തോഷം ഉണ്ടായപ്പോൾ ഞാൻ സമ്മാനം കൊടുക്കും. ആ സമ്മാനം ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾക്ക് വരെ സമ്മാനം കൊടുക്കാന്നുള്ളത് ഇസ്ലാമിൽ കാഴ്ചപ്പാടാണ്. ആ നിരക്ക് അത് അനുവദനീയമാണ്. അതല്ലാതെ ഒരു ആചാരം എന്നുള്ള നിരക്കല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു ആചാരം എന്നുള്ള നിരക്കല്ല, അത് അനുവദനീയമല്ല. പിന്നെ നേരെ കുറച്ച് സന്തോഷം ഉണ്ടായപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് സന്തോഷത്തിന്റെ ഭാഗമായി ഒരു മുട്ടായിയോ ഒരു ലഡുവോ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റമാണ് തെറ്റാണെന്ന് പറയാനുള്ള ന്യായീകരണം ഇല്ല എന്നുള്ളത്. ആളുകൾക്ക് ജോലിയുടെ ഭാഗമായി താടി പഠിക്കാൻ പറ്റുമോ? താടി പറഞ്ഞാൽ 24 മണിക്കൂർ ജോലിയുടെ കാര്യമാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ എൻ്റെ കുടുംബപ്പോഴും സുന്ദരമാണ്. പണ്ടത്തെ മുജാഹിദുകൾക്ക് പ്രിയപ്പെട്ട ഒരു സിംബലുണ്ടായിരുന്നു. ഒന്ന് താടിയാണ്, രണ്ടാമത് കൈ അവിടെ വെച്ച് നോക്കിയിട്ടാണ് ആള് സുന്നിയാണോ മുജാഹിദ് തീരുമാനിച്ചത്. അവിടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഉള്ള ആദ്യം പറയുന്നത് ഉമ്മമാരോടാണ്. എല്ലാവരും ഭർത്താക്കന്മാർക്കൊണ്ട് താടി വെപ്പിക്കണം. രണ്ടാമത് പറയാൻ പ്രിയപ്പെട്ട മക്കളോടാണ്, താടിയുള്ള ഭർത്താവിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. താടി വെക്കാത്ത ആൾക്കാരാണ് ഈ താടി വെക്കാൻ നിങ്ങൾ പറയുന്നത്. കാരണം വെച്ചാൽ 24 മണിക്കൂറും ഒരു വെക്കുന്ന കാര്യമാണ്. എന്റെ ഹബീബ് ഒരിക്കൽ പോലും താടി വെച്ചിട്ടില്ല. എന്റെ ഹബീബ് ഒരിക്കൽ പോലും താടി വെക്കിയിട്ടില്ല. ഞാൻ വെക്കിയിട്ടുണ്ട്. എന്റെ ഹബീബ് ഒരിക്കൽ പോലും താടി വെക്കിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ താടി വിട്ടേക്ക്. വിട്ടേക്ക് പഠിച്ചുവിട്ടാളിയല്ല, നേരെ വെച്ച് അതിനോട് നോക്കേണ്ടതില്ല. അതാണ് ഞാൻ വളർന്നോട്ടെ എന്നുള്ളത്. താടി അധികമായി നീളപ്പോയാൽ നിങ്ങൾ അങ്ങനെ പഠിച്ചേക്കാണ്ട് പിന്നെ ഇമാൻ കയറുമ്പോൾ പിന്നെ നീങ്ങാണ്. ആദ്യം തന്നെ വരുമ്പോൾ തന്നെ പഠിക്കാവുകയാണെങ്കിലോ അത് നീളൊന്നുമില്ല. മനസ്സിലായി? അതിനൊരു പരിധിയുണ്ടാവും. അതുകൊണ്ട് താടി വളർത്തുക, അതാണ് സുന്നത്ത്. ജോലിയുടെ ഭാഗമായിക്കൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ ചോദ്യമല്ല. നേരത്തെ പറഞ്ഞല്ലോ പാടില്ലാത്തൊരു കാര്യം, അതിലിപ്പോൾ ചിത്രം വരയ്ക്കാൻ പാടില്ല. എന്റെ ജോലി അതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞത് അത് എന്ത് ചെയ്യാം. പിന്നെ അതല്ലാത്ത മറ്റേതിനെ വ്യക്തമാണ്. അതിനാൽ അള്ളാഹു താടി പഠിച്ചിട്ടേ ജോലി പ്രവേശിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി ഒഴിവാക്കിയായിരിക്കും എനിക്ക് ദുനിയാവിൽ പലർക്കും കൈകൾ എന്നാണ് അത് സംബന്ധമായി എന്റെ അഭിപ്രായം. ബാങ്കിലെ ജോലി മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണോ എന്നാണ് അടുത്തത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രമിച്ചത് 1-2 കാര്യങ്ങളിലാണ്. ഒന്ന് പൈസയാണ്, രണ്ടാമത് കള്ളാണ്. കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കൊണ്ടുവരുന്നവന് അങ്ങനെ ഉണ്ടല്ലോ. അതേപോലെയാണ് രണ്ടാമത്തത് ഈ പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രമിക്കുകയില്ല. അതിനാൽ ഏറ്റവും സൂക്ഷ്മമല്ല, ഏറ്റവും നല്ലത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാർഗിക്കുകയാണ്. പടച്ചറബ് നമ്മെ സഹായിക്കും. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പടച്ചറബിന് കോമലില്ലാതെ കൊടുക്കുമെന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ വിശ്വാസമുണ്ടോ? അത്തരം വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുക. സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് സംശയരഹിതമായ കാര്യത്തിലേക്ക് മാറി നിൽക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കലായിരിക്കും ഏറ്റവും നല്ലത്. ഒഴിവാക്കലാണ് നല്ലത്. അവസാനത്തെ ചോദ്യം കൂടി, വുളു എടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമാണോ? അതായത് പിന്നെ അവിടുത്തെ ഒഴിവാക്കാതെ കുട്ടികൾ നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ ഇപ്പൊ ബാത്റൂമിലൊക്കെ ഒതുക്കാനുണ്ടെങ്കിൽ അവിടുത്തെ മറയാതെ ഒതുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ആരും ചോദ്യമില്ല. ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ചോദ്യം ഉണ്ടാ ഇനി ഉണ്ടാകും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. പീരീഡ്സിന്റെ സമയത്ത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ വീക്ഷണം എന്താണ്? 2 കാര്യം മനസ്സിലാക്കുക. ഒന്ന്, വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് അഥവാ ജനാപത്തുള്ള ആളുകൾക്ക് ഖുർആൻ പഠാനും പാടില്ല, പഠിക്കാനും പാടില്ല. എന്നാൽ പീരീഡ്സിന്റെ സമയത്ത് ഖുർആനെ വെച്ച് വായിക്കാവുന്നതാണ്, ഓതാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. മലയാളത്തിലെ പുസ്തകമുണ്ട്. എല്ലി സക്രിയ മൗലവി പിന്നെ പരിഭാഷപ്പെടുത്തിയ ഷെയ്ഖ് ഹുസൈനിയുടെ പുസ്തകമുണ്ട്. ഋതുമതിയാവുമ്പോൾ എന്നാണ് ആ പുസ്തകത്തിന്റെ മലയാളത്തിലെ പേര്. അറബിയുടെ പേര് അതിമാം തൊബിയാണ്, പ്രകൃതി വ്യക്തമാണ്. എന്നാൽ അതിന്റെ മലയാളത്തിലുള്ള പരിഭാഷ പറഞ്ഞെങ്കിൽ ഋതുമതിയാവുമ്പോൾ എന്നാണ്. ആ പുസ്തകത്തിൽ അതിന്റെ കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല.
ഇനി തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കും തൊടാവുന്നതാണ്, യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അള്ളാഹു സഭ ഉറച്ചുവരുത്തിയത്. ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത് സംസാരിച്ച